നമസ്കാരം. രുചിഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും റെയർ ഫീലില്ലേ? അപ്പോൾ ഈ റെയർ ഫീലുമായിട്ട് ഒരു റെയർ ഡിഷുമായിട്ട് ഇവിടെ അജിത എത്തിയിരിക്കുകയാണ്. നമുക്കിനി ബാക്കി കാര്യങ്ങൾ അജിതയോടെ ഒന്ന് ചോദിക്കാം. എൻ്റെ ഫസ്റ്റ് ചോദ്യം അജിത, ഇത് എവിടെ നിന്ന് കിട്ടിയെന്നാണ്? അജിതയുടെ തല ഉദ്ധരിച്ചതാണ് അതോ വേറെ ആരെങ്കിലും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇലയുടെ ഉണ്ടാവും വലത്തുനിന്നിട്ട് അത് എന്താ പറയുക, നമ്മുടെ അവലോ അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയും കൂടെ വെച്ചിട്ടുണ്ടാക്കും. ഇല്ലെങ്കിൽ ഇത് ഏത്തപ്പഴമോ ഇല്ലെങ്കിൽ എന്താ പറയുക ചക്കയപ്പം ഇങ്ങനെയൊക്കെ വെച്ചാൽ ഉണ്ടാകുന്നത്. പക്ഷെ ബീഫ് വെച്ചൊരു ഇലയുടെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കല്പിച്ചിട്ട് പോലുമില്ല, കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല. ഇതിപ്പോ ഇങ്ങനെ നമ്മുടെ കോട്ടയത്തൊക്കെ ഉള്ള ഒരു വിഭവമാണ് ഈ കോട്ടയംകാരെ സമ്മതിച്ചോട്ടോ. എന്ന് വെച്ചാൽ ആരും ചിന്തിക്കാത്ത ലെവലിലൊക്കെ അവിടത്തെ പഴഞ്ചൻ ഫുഡാണ്. അത് നേരത്തെ അമ്മമാരൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, അമ്മച്ചിമാരൊക്കെ, അമ്മയുടെ അമ്മ. കോട്ടയം അമ്മമാരെ ഞാൻ നമിക്കുന്നു. എന്ന് വെച്ചാൽ ഇത്രയും റെയർ ഡിഷസ് വെച്ചാൽ ഒരുപാട് ഡിഷസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അജിത്ത, കോട്ടയം സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഹാറ്റ്സ് ഓഫ് പറയാണ്. അപ്പോൾ നമുക്കിനി തുടങ്ങാം. അപ്പോൾ ഇതിന് എന്തായാലും ബീഫ് വേണമല്ലോ, ബീഫ് ഉണ്ടെന്ന് പറഞ്ഞു. സോ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആദ്യം മൊത്തത്തിൽ പരിചയപ്പെടാം. 200 ഗ്രാം അരിപ്പൊടി, ബീഫ്, അരമുറി തേങ്ങ, ഉപ്പ്, ജീരകം, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിച്ചത്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാള, എണ്ണ. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇതിൽ പ്രധാന നമുക്ക് ഘടകം ഇല അടയാണ്ട് ഇലയും വേണം. അപ്പോൾ ഏകദേശം ഈ ഒരു വീതിക്ക് വാഴയില നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പാചകത്തിലേക്ക് തുടങ്ങാം. ആദ്യം ബീഫ് വേവിക്കുക. അതിനാണോ ഈ വെള്ളം ചൂടാക്കി വെച്ചത്? തുടക്കം പോലെ ഒന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു കുക്കറിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിലേക്ക് ബീഫ് ഇടാം. കേട്ടെ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി അല്ലേ? ഒരു 1/4 സ്പൂൺ മതിയോ? ഗരം മസാല, ബീഫ് ഇട്ടു, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഗരം മസാല, അത് എത്രയാ? ഒരു 3/4 സ്പൂണോളം, ഒരു 3/4 സ്പൂൺ ഗരം മസാല. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. ഇത് ആദ്യമേ ബീഫിൻ്റെ കൂടെ വേവിക്കുന്നു അല്ലേ? പിന്നെ ഒരു 1/4 സ്പൂൺ ഉപ്പ് ആവശ്യത്തിന്. ഇളക്കി വയ്ക്കുക അല്ലേ? വെള്ളം പ്രത്യേകിച്ച് ഒഴിക്കണോ അതോ കുറച്ച് വെള്ളം ഒഴിച്ചു? വെള്ളം നമ്മൾ കുറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം തങ്ങനെ ഒഴിക്കുന്നേ ഉള്ളൂ. ബാക്കി ബീഫിൽ നിന്നൊക്കെ നമ്മൾ ആവശ്യത്തെ ഇഞ്ചെക്ട് ചെയ്ത് ഇവിടെ കിട്ടുന്നുണ്ട്. അതായിക്കോളൂ അല്ലേ? ബീഫ് ഒരു 4 വിസിൽ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതേസമയം 200 ഗ്രാം നമ്മൾ
നല്ല വറുത്ത് പൊടിച്ച് അരിമാവ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നാളികേരം അരമുറി തേങ്ങ ചുരണ്ടി വെച്ചത് മൊത്തം ഇട്ടു. ജീരകം പൊടിച്ചത് ഒരു 1/2 സ്പൂൺ ഇട്ടു. ഇനി ഉപ്പ് ഇട്ടു. ഇനി ഇത് കുഴക്കാം. കുഴക്കാം. ചൂടുവെള്ളത്തിൽ കുഴക്കാം. ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കണം. സോഫ്റ്റായി കിട്ടാനല്ലേ. നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ല ആ പരിപാടി. ഓക്കെ. ചൂടുവെള്ളം അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നന്നായിട്ട് കുഴയും ചെയ്യുന്നതാണ്. പക്ഷേ ഇടിയപ്പത്തിൻ്റെ അല്ല, ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ മാവ് എങ്ങനെ കുഴച്ച് ആ പരുവുള്ളതെന്ന് വെച്ചാൽ അതേ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം. പൊട്ടണം ചീറ്റലും തുടങ്ങിയിട്ടുണ്ട് കുക്കർ. കുറച്ച് വെള്ളം രാവിലെ കുറച്ച് വെള്ളം കൂടെ. അപ്പം ഇതുകൂടെ ഒഴിച്ചേക്കല്ലേ. കുക്കർ ഇടയ്ക്കിടയ്ക്ക് വിരട്ടുകയാണല്ലോ. ഇത് കുഴച്ച് മാറ്റി വെക്കണം. കുഴച്ച് 10 മിനിറ്റ് മാറ്റി വെക്കാം. ചൂട് മാവായിപ്പം. ഇനി അടുത്ത പരിപാടി എന്തുവാ? ഇതെല്ലാം വഴറ്റണം. അപ്പം 3 ഘട്ടമായി. 1-ാം ഘട്ടം അവിടെ ഇരിക്കുന്നു. 2-ാം ഘട്ടം എന്താ മിക്സ് ചെയ്ത് വെച്ചു. ഇനി 3-ാം ഘട്ടത്തിലേക്ക് കിടക്കുക. ഇനി എണ്ണ ഒഴിക്കാം. എത്ര? ഒരു 2 സ്പൂൺ. 2 സ്പൂൺ എണ്ണ. ഏതൊക്കെ? ഇതിപ്പോൾ വെളിച്ചെണ്ണ അല്ലേ? വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് സവാള ഇടാം. സവാള ഇട്ടൊന്ന് വഴറ്റാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം സവാള ഇടാം. ഉപ്പിടുന്നതിൻ്റെ കൂടെ സ്വല്പം ഉപ്പിട്ട് കാരണം ബീഫിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇത്തിരി മതി. ബീഫ് മാവിലും ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഉപ്പെടുക്കുമ്പോൾ നോക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില, പച്ചമുളക് മൊത്തം ഇട്ട്. ഇതിപ്പോൾ ഒരു അടുക്കുണ്ട് കറിവേപ്പില, പച്ചമുളക് എത്ര ഉണ്ട്? അതൊരു 2 നല്ല നീളം, നല്ല ആരോഗ്യ നീളമൊക്കെ ഉള്ളൊരു പച്ചമുളക്. അതുകൊണ്ട് 2 മുളകായിട്ട് ഇത്രയും കിട്ടുന്നത്. ആവശ്യമുണ്ടെങ്കിൽ 3 എടുക്കാം അല്ലേ. പിന്നെ ഇതൊക്കെ ഇട്ടേ. ഇഞ്ചി കുഞ്ഞുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി.